കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറെക്കാലമായി കാത്തിരിക്കുന്നതും പ്രതീക്ഷകൾ ഉണർത്തുന്ന പദ്ധതിയാണ് അങ്കമാലി മുതൽ എരുമേലി വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ശബരി റെയിൽ പദ്ധതി. എന്നാൽ ഈ പദ്ധതി അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അത് പുല്ലൂരിലേക്കും തുടർന്ന് തിരുവനന്തപുരം വരെയും നീട്ടി വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ശബരിമലയുടെ കവാടമായി അറിയപ്പെടുന്ന പുല്ലൂർ വഴിയാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാർ ശബരിമല തീർത്ഥാടനത്തിന് പോകാറുള്ളത്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രധാന 3 അമ്പലങ്ങൾ ഉൾപ്പെടുന്ന പുല്ലൂരിനെ 2022-23 ബഡ്ജറ്റിൽ ശബരിമല തീർത്ഥാടന സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനം വന്നിട്ടുള്ളതും ആയതിനെ തുടർന്ന് ഇടത്താവളമായി ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ശബരി റെയിൽപാത പുല്ലൂരിലേക്കും തുടർന്ന് തിരുവനന്തപുരം വരെയും നീട്ടിയാൽ തെക്കൻ കേരളത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും തീർത്ഥാടകർക്ക് ശബരിമലയുമായി നേരിട്ടുള്ള റെയിൽ ബന്ധം ലഭിക്കും. കൂടാതെ നിലവിലുള്ള കൊല്ലം ചെങ്കോട്ട റെയിൽപാത വഴി ശബരി റെയിലിനെ പുനലൂർ വഴി തമിഴ്നാട്ടിലേക്ക് നീട്ടുന്നതിനും സാധിക്കുന്നതാണ്. പുനലൂർ, കൊല്ലം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നിവ ഏകോപിപ്പിച്ച് സർക്കാർ പ്രഖ്യാപിച്ച വികസന ത്രികോണം എന്ന ആശയം ഫലപ്രദമാകുന്ന നിലയിൽ തിരുവനന്തപുരം വരെ നീട്ടി വികസിപ്പിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഭാവി സാമ്പത്തിക പുരോഗതിക്ക് കൂടി വഴി തെളിയുമെന്നതിൽ സംശയമില്ല. ഈ വിഷയം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ചേർന്ന് പരിഗണിക്കുകയും അനുകൂല നിലപാട് സ്വീകരിക്കുകയും വേണമെന്ന് ഞാൻ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. 1997-98 റെയിൽവേ ബഡ്ജറ്റിൽ ആദ്യമായി ഏർപ്പെടുത്തിയ അങ്കമാലി ശബരി റെയിൽ പദ്ധതി ശബരിമല തീർത്ഥാടകരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയുടെ സാമ്പത്തിക വികസനത്തിനും നിർണായകമായിട്ടുള്ള 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാലാ തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 8 കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. നിർമ്മാണം ഈ പ്രദേശത്തെ 90% നിർമ്മാണം പൂർത്തിയായെങ്കിലും ഭൂമി ഏറ്റെടുക്കലുമായി അവിടെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സർ. ഈ അങ്കമാലി കാലടി ഏറ്റെടുക്കേണ്ട തടസ്സങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകാത്തതും കാരണം പദ്ധതി കഴിഞ്ഞ 25 വർഷത്തിലേറെയായി സ്തംഭനാവസ്ഥയിലാണ്. 2021 സർക്കാർ ഉത്തരവ് പ്രകാരം പദ്ധതി ചെലവിൻ്റെ 50% കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. 2815 കോടി ആയിരുന്നു അന്നത്തെ ഈ പദ്ധതിയുടെ ചെലവ്. പക്ഷേ ഇന്നത് 3800 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് സർ. 2019 റെയിൽവേ ബോർഡ് ഈ പദ്ധതി മരവിപ്പിക്കാനുണ്ടായത്. ചെലവിൻ്റെ 50% സംസ്ഥാനം വഹിച്ച് ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചാൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാമെന്ന് പിന്നീട് അറിയിക്കുകയുണ്ടായി. 2025 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിഫ്ബി ഫണ്ടിംഗ് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി ചെലവിൻ്റെ പകുതി വഹിക്കാമെന്ന് കേന്ദ്രത്തോട് അറിയിക്കുകയും സംസ്ഥാന റെയിൽവേ മന്ത്രി ഇതിനെ പിന്തുണച്ച് കത്തയക്കുകയും ചെയ്തിരുന്നു. KRDCL തയ്യാറാക്കിയ പുതുക്കിയ കണക്ക് പ്രകാരം 111.48 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിക്ക് 3003 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമായിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണത്തിനും ചേർത്തുകൊണ്ട് 3800 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കണം എന്ന് ചെലവ് വഹിക്കാമെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവ് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കാമെന്ന് ഇപ്പോൾ അറിയിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റും മാപ്പുകളും സംസ്ഥാനത്തിന് കൈമാറുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതനുസരിച്ച് പുനലൂർ തിരുവനന്തപുരം റൂട്ടിലേക്ക് വ്യാപിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി GR അനിലടക്കം പുനലൂർ എല്ലാം തന്നെ ഈ കാര്യത്തിൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധിക്കാവുന്നതാണ് സർ.